2 സാമുവേൽ അധ്യായം 17. അഹീതോഫൽ അബ്സലോമിനോട് ചോദിച്ചു, 12000 പേരെയും കൂട്ടി ഇന്ന് രാത്രി ഞാൻ ദാവീദിനെ പിന്തുടരട്ടെ? അവൻ ക്ഷീണിച്ച് ധൈര്യം കെട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ആക്രമിക്കും. കൂടെയുള്ളവർ ഓടിപ്പോകും, രാജാവിനെ മാത്രം ഞാൻ കൊന്നുകളയും. മണവാട്ടി മണവാളൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ അവൻ്റെ അനുചരന്മാരെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും. ഒരാളെ മാത്രമേ നീ കൊല്ലാൻ നോക്കുന്നുള്ളൂ, മറ്റെല്ലാവരും സുരക്ഷിതരായിരിക്കും. അബ്സലോമിനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർക്കും ഈ ഉപദേശം ഇഷ്ടപ്പെട്ടു. അബ്സലോം പറഞ്ഞു, അർഖ്യനായ ഹൂഷായിയെ വിളിക്കുക, അവൻ എന്തു പറയുന്നുവെന്ന് കേൾക്കാം. അവൻ എത്തിയപ്പോൾ അബ്സലോം പറഞ്ഞു, അഹീതോഫലിൻ്റെ ഉപദേശം ഇതാണ്. ഇത് നാം സ്വീകരിക്കണമോ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് നീ പറയുക. ഹൂഷായി പറഞ്ഞു, ഇക്കുറി അഹീതോഫലിൻ്റെ ഉപദേശം പറ്റിയില്ല. അവൻ തുടർന്നു, നിന്റെ പിതാവും അനുയായികളും ധീരന്മാരാണ്. കുട്ടികൾ അപഹരിക്കപ്പെട്ട പെൺകരടിയെപ്പോലെ അവർ ക്ഷോഭിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാം. കൂടാതെ നിന്റെ പിതാവ് യുദ്ധനിപുണനാണ്. അവൻ അനുചരന്മാരോടുകൂടെ രാത്രി പാർക്കുകയില്ല. ഇപ്പോൾ തന്നെ വല്ല ഗുഹയിലോ മറ്റെവിടെങ്കിലുമോ അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും. ദാവീദിന്റെ ആക്രമണത്തിൽ നിന്റെ അനുയായികൾ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ നിന്റെ ആളുകൾ കൂട്ടക്കൊലയ്ക്ക് ഇരയായെന്ന് വാർത്ത പരക്കും. അപ്പോൾ നിന്റെ പടയാളികളിൽ സിംഹത്തെപ്പോലെ നിർഭയരായവർക്ക് പോലും ചാഞ്ചല്യമുണ്ടാകും. നിന്റെ പിതാവ് വീരനും കൂടെയുള്ളവർ പരാക്രമികളുമാണെന്ന് ഇസ്രായേലിൽ ആർക്കുമറിയാം. എൻ്റെ ഉപദേശം ഇതാണ്. ദാൻ മുതൽ ബേർഷബ വരെ കടൽക്കരയിലെ മണൽത്തരി പോലെ അസംഖ്യമായ ഇസ്രായേലിനെ ഒരുമിച്ച് കൂട്ടി നീ തന്നെ അവരെ യുദ്ധത്തിൽ നയിക്കണം. ദാവീദ് എവിടെയായിരുന്നാലും നമുക്കവനെ കണ്ടുപിടിക്കാം. നിലത്ത് മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ നാം അവൻ്റെ മേൽ ചാടി വീഴും. അവനോ കൂടെയുള്ളവരോ ജീവനോടെ ശേഷിക്കുകയില്ല. അവൻ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പിൻവാങ്ങിയാൽ എല്ലാ ഇസ്രായേൽക്കാരും കൂടി ആ പട്ടണത്തെ വടം കൊണ്ട് കെട്ടി താഴ്വരയിലേക്ക് വലിച്ചിടും. ഒരൊറ്റ കൽക്കഷണം പോലും അവിടെ ശേഷിക്കുകയില്ല. അർഖ്യനായ ഹൂഷായിയുടെ ആലോചന അഹീതോഫലിൻ്റെതിനേക്കാൾ മെച്ചം തന്നെ, അബ്സലോമും എല്ലാ ഇസ്രായേല്യരും പറഞ്ഞു. അബ്സലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീതോഫലിൻ്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. പിന്നെ അഹീതോഫൽ അബ്സലോമിനും ഇസ്രായേൽ നേതാക്കന്മാർക്കും നൽകിയ ഉപദേശത്തെക്കുറിച്ചും താൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും ഹൂഷായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബിയാഥറിനോടും പറഞ്ഞു. രാജാവും ആളുകളും കൊല്ലപ്പെടാതിരിക്കാൻ മരുഭൂമിയിലെ കടവിൽ രാത്രി കഴിച്ചുകൂട്ടാതെ പെട്ടെന്ന് നദി കടന്നു പോകാൻ ദാവീദിനെ ഉടൻ തന്നെ അറിയിക്കുക, ഹൂഷായി ആവശ്യപ്പെട്ടു. പട്ടണത്തിൽ വെച്ച് തങ്ങളെ ആരും കാണാതെ ജോനാഥാനും അഹിമാസും എൻറോഗലിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വേലക്കാരി ചെന്ന് സംഭവിക്കുന്നതെല്ലാം അവരെ അറിയിക്കും. അവർ ചെന്ന് ദാവീദ് രാജാവിനോട് പറയും. എന്നാൽ ഇപ്രാവശ്യം ഒരു ബാലൻ അവരെ കണ്ടു. അവൻ അബ്സലോമിനോട് പറഞ്ഞു. അതുകൊണ്ട് അവരിരുവരും വേഗം പോയി ബഹൂറിമിൽ ഒരു വീട്ടിൽ ചെന്നു. അവിടെ മുറ്റത്തൊരു കിണറുണ്ടായിരുന്നു. അവർ അതിൽ ഒളിച്ചിരുന്നു. വീട്ടുകാരി കിണറ്റിനു മുകളിൽ മൂടുവിരിയിട്ട് അതിൽ ധാന്യം നിരത്തി. അങ്ങനെ സംഗതി ആരും അറിയാനിടയായില്ല. അബ്സലോമിന്റെ ഭൃത്യന്മാർ ആ വീട്ടിൽ വന്ന സ്ത്രീയോട് ചോദിച്ചു, അഹിമാസും ജോനാഥാനും എവിടെ? അവൾ പറഞ്ഞു, അവർ നദി കടന്നു പോയി. അവർ അവരെ അന്വേഷിച്ചിട്ട് കാണായികയാൽ ജെറുസലമിലേക്ക് മടങ്ങി. അവർ പോയപ്പോൾ ജോനാഥാനും അഹിമാസും കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് അതിവേഗം അക്കരെ കടക്കുക. അഹീതോഫൽ നിനക്കെതിരായി
ആലോചന നടത്തിയിരിക്കുന്നു. അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ജോർദാൻ കടന്നു. നേരം വെളുക്കാറായപ്പോഴേക്കും എല്ലാവരും ജോർദാൻ കടന്നു. തൻ്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹീതോഫൽ കഴുതയ്ക്ക് ജീനിയിട്ട് തൻ്റെ പട്ടണത്തിലേക്ക് പോയി. വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിന് ശേഷം അവൻ തൂങ്ങി മരിച്ചു. അവനെ കുടുംബക്കല്ലറയിൽ അടക്കി. ദാവീദ് മഹാനായിമിലെത്തി. അബ്സലോം എല്ലാ ഇസ്രായേല്യരോടുമൊപ്പം ജോർദാൻ കടന്നു. യോവാബിനു പകരം അമാസയെ അബ്സലോം സേനാധിപതിയാക്കിയിരുന്നു. അമാസ ഇസ്മായേലിനായ ഇത്രായുടെ മകനായിരുന്നു. നാഹാഷിന്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗൽ ആയിരുന്നു അവന്റെ ഭാര്യ. ഇസ്രായേല്യരും അബ്സലോമും ഗിലെയാദ് ദേശത്ത് താവളമടിച്ചു. ദാവീദ് മഹാനായിമിലെത്തിയപ്പോൾ അമ്മോന്യ നഗരമായ റബ്ബായിൽ നിന്നുള്ള നാഹാഷിന്റെ മകൻ ഷോബിയും ലോദേബാറിൽ നിന്നുള്ള അമ്മിയേലിന്റെ മകൻ മാക്കീറും റോഗലമിൽ നിന്നുള്ള ഗിലെയാദുകാരൻ ബർസില്ലായിയും കിടക്ക, തളികകൾ, മൺപാത്രങ്ങൾ ഇവയും ദാവീദിനും കൂടെയുള്ളവർക്കും ഭക്ഷിക്കാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, തേൻ, തൈര്, ആട്, പാൽക്കട്ടി മുതലായവയും കൊണ്ടുവന്നു. മരുഭൂമിയിൽ ദാവീദിനും കൂടെയുള്ളവർക്കും വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. Chapter 17. Ahithophel went on to say to Absalom, "Please let me choose 12,000 men and be off in pursuit of David tonight. If I come upon him when he is weary and discouraged, I shall cause him to panic. When all the people with him flee, I shall strike down the king alone. Then I can bring back the rest of the people to you, as a bride returns to her husband. It is the death of only one man you are seeking, then all the people will be at peace." This plan was agreeable to Absalom and to all the elders of Israel. Then Absalom said, "Now call Hushai the Archite also. Let us hear what he too has to say." When Hushai came to Absalom, Absalom said to him, "This is what Ahithophel proposed. Shall we follow his proposal? If not, speak up." Hushai replied to Absalom, "This time Ahithophel has not given good counsel." And he went on to say, "You know that your father and his men are warriors, and that they are as fierce as a bear in the wild, robbed of her cubs. Moreover, since your father is skilled in warfare, he will not spend the night with the people. Even now he lies hidden in one of the caves or in some other place. And if some of our soldiers should fall at the first attack, whoever hears of it will say, 'Absalom's followers have been slaughtered.' Then even the brave man with the heart of a lion will lose courage. For all Israel knows that your father is a warrior, and that those who are with him are brave. This is what I counsel. Let all Israel from Dan to Beersheba, who are as numerous as the sands by the sea, be called up for combat, and go with them yourself. We can then attack him wherever we find him, settling down upon him as dew alights on the ground. None shall survive, neither he nor any of his followers. And if he retires into a city, all Israel shall bring ropes to that city, and we can drag it into the gorge, so that not even a pebble of it can be found." Then Absalom and all the Israelites pronounced the counsel of Hushai the Archite better than that of Ahithophel. For the Lord had decided to undo Ahithophel's good counsel, in order thus to bring Absalom to ruin. Then Hushai said to the priests Zadok and Abiathar, "This is the counsel Ahithophel gave Absalom and the elders of Israel, and this is what I counseled. So send a warning to David immediately, not to spend the night at the fords near the desert, but to cross over without fail. Otherwise the king and all the people with him will be destroyed." Now Jonathan and Ahimaaz were staying at En-Rogel, since they could not risk being seen entering the city. A maidservant was to come with information for them, and they in turn were to go and report to King David. But an attendant saw them, and informed Absalom.
They sped on their way and reached the house of a man in Bahurim, who had a cistern in his courtyard. They let themselves down into this, and the housewife took the cover and spread it over the cistern, strewing ground grain on the cover so that nothing could be noticed. When Absalom's servants came to the woman at the house, they asked, "Where are Ahimaaz and Jonathan?" The woman replied, "They went by a short while ago toward the water. They searched, but found no one, and so returned to Jerusalem. As soon as they left, Ahimaaz and Jonathan came up out of the cistern and went on to inform King David. They said to him, 'Leave, cross the water at once, for Ahithophel has given the following counsel in regard to you.' So David and all his people moved on and crossed the Jordan. By daybreak there was no one left who had not crossed. When Ahithophel saw that his counsel was not acted upon, he saddled his ass and departed, going to his home in his own city. Then, having left orders concerning his family, he hanged himself, and so he died and was buried in his father's tomb. Now David had gone to Mahanaim when Absalom crossed the Jordan, accompanied by all the Israelites. Absalom had put Amasa in command of the army in Joab's place. Amasa was the son of an Ishmaelite named Ithra, who had married Abigail, daughter of Jesse, and sister of Joab's mother Zeruiah. Israel and Absalom encamped in the territory of Gilead. When David came to Mahanaim, Shobai, son of Nahash, from Rabbah of the Ammonites, Machir, son of Amiel, from Lodebar, and Barzillai the Gileadite from Regulim, brought couches, coverlets, basins, and earthenware, as well as wheat, barley, flour, roasted grain, beans, lentils, honey, butter, and cheese from the flocks and herds for David and those who were with him to eat. For they said, "The people have been hungry and tired and thirsty in the desert."